ഞാനും IPCCക്കും ഈയിടക്ക് അടുത്ത് ജിദ്ദയിൽ ചെന്നു. ജിദ്ദയിൽ ചെന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് KG മാർക്കോസിനെ അവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാട്ടുകാരനായ KG മാർക്കോസിനെ അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ ശത്രുക്കളായ കുറച്ച് മലയാളികൾ, പാട്ടിലുള്ള ഒരു എതിർ ടീം. അദ്ദേഹം ക്രിസ്തുമത പ്രചരണത്തിന് വന്നതാണ് എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെ പിടിപ്പിച്ചു. അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വരെ അവിടെയുള്ള എല്ലാ സെക്യൂരിറ്റി ഗാർഡ് അടക്കമുള്ള ഉന്നതരായിട്ടുള്ള അവിടുത്തെ പ്രൊട്ടക്ഷൻ, അതിന്റെ സുരക്ഷാ സംവിധാനങ്ങളിൽപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം അവരുടെ വാഹനമൊക്കെ പുറത്തു നിൽക്കുന്ന മാർക്കോസ് സാധു വേർത്തിങ്ങനെ ഇരിക്കുകയാണ്. ചോദിക്കുകയാണ്, അയാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ് യഥാർത്ഥത്തിൽ? നിങ്ങൾ ഈ സൗദി അറേബ്യയിൽ ഇങ്ങനെ ദുരുദ്ദേശത്തിന് വന്നതാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്, നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ്? അപ്പോൾ പറഞ്ഞു, ഐ ആം എ സിംഗർ, ഞാനൊരു പാട്ടുകാരനാണ്. ഏത് പാട്ടാ നിങ്ങൾക്ക് അറിയാവുന്ന അടുത്ത ചോദ്യം. അതിലാദ്യം തന്നെ മൂപ്പര് കണ്ടുക്കണം മ്യൂസിക് ഒന്നുമില്ല, ഒരു പാട്ടാണ്. ഏത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അത് ആദ്യം അങ്ങനെ ചൊല്ലി. എന്നിട്ട് മൗത്തും ഹയാത്തിനും ഉടമസ്ഥനെ ജല്ല ജലാലെ നിന്റെ മുറാദ് എന്നൊക്കെ പറഞ്ഞാണ്ട് പറഞ്ഞു. ഈ ജല്ല ജലാല്, മുറാദ്, അതേപോലെ തന്നെ മൗത്ത്, ഹയാത്ത് എന്നൊക്കെ കേട്ടപ്പോ പോലീസ് ചോദിച്ചു, ഇവനെ ആരാണ് അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു? ഇവനെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ആളെ വിളിച്ചോണ്ടരാണ്. ഓനെ തെരഞ്ഞിറക്കിയിരുന്നു. അവസാനം ഇയാള് പാട്ട് പാടിയിട്ട് സുബൈ വരെ അങ്ങനെ പാട്ടന്നെ. പാട്ടിലാണ്ട് ലയിച്ചിട്ട് പിടിക്കാൻ വന്നവരൊക്കെ ഉറങ്ങി. ഇയാൾ അങ്ങനെ പാടി. ആ സാധു വന്ന് കേസിലായത് 2 അക്ഷരം അറബി ഉണ്ടായതുകൊണ്ടാണ്. മിസ്റ്റർ ജലീൽ, ആരാ പറഞ്ഞത് അറബി കൊണ്ട് മെച്ചുണ്ടാവില്ല എന്ന്? മാർക്കോസ് വരെ രക്ഷപ്പെട്ടത് 2 അക്ഷരം അറബി പഠിച്ചതുകൊണ്ടാണ്. ഇതുകൊണ്ടൊക്കെ മെച്ചുണ്ട്. വെറുതെ നിന്നിട്ട് എതിർക്കുക, വെറുതെ എന്തെങ്കിലും സംവിധാനങ്ങളെ തച്ച് തകർപ്പണമാക്കുക, എന്നിട്ട് എന്തു കൊടുത്താലും വിഷയം. മെഡിക്കൽ കോളേജ് കൊടുത്ത എന്താ? മെഡിക്കൽ കോളേജ് കൊടുത്താൽ തെറ്റാണോ? 33 കൊല്ലായി കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ഒരു നാവിൽ നിന്ന് മെഡിക്കൽ കോളേജ് എന്നുള്ള വാക്ക് ഉച്ചരിച്ചിട്ട് പുതിയ മെഡിക്കൽ കോളേജ് എന്നുള്ള വർത്താനം വീണിട്ട് 33 കൊല്ലായി. ആ സമയത്താ പുതിയ മെഡിക്കൽ കോളേജ് വരുന്നത്. അറിയോ എന്താ നാട്ടിന്റെ സ്ഥിതി എന്നറിയാം നിങ്ങൾക്ക്? പാലക്കാട് നമ്മുടെ തിരുവനന്തപുരത്തുകാർക്ക് മാത്രം തിരുവനന്തപുരത്ത് ഒരു മെഡിക്കൽ കോളേജ് ഒന്ന് ചെക്ക് ചെയ്യാം നമ്മൾ. ആലപ്പുഴയിൽ മാത്രം ഒരു മെഡിക്കൽ കോളേജ്, കോട്ടയത്തുകാർക്ക് മാത്രം ഒരു മെഡിക്കൽ കോളേജ്, തൃശൂർക്കാർക്ക് മാത്രം ഒരു മെഡിക്കൽ കോളേജ്. ഞാൻ പ്രാദേശിക സങ്കുചിതത്വം പറയല്ല, സൗകര്യത്തെ പറ്റി ബോധ്യപ്പെടുത്തുകയാണ്. എന്നാൽ നമ്മുടെ മെഡിക്കൽ കോളേജ് ഏതാ? പാലക്കാട്ടേർക്കും മലപ്പുറത്തേർക്കും കോഴിക്കോട്ടേർക്കും കണ്ണൂർക്കാർക്കും കാസർകോട്ടേർക്കും വയനാട്ടേർക്കും കൂടി ഒരൊറ്റ മെഡിക്കൽ കോളേജ് ഇതുവരെ. എല്ലാവരും അങ്ങോട്ട് പോകണം. കോഴിക്കോട് മെഡിക്കൽ കോളേജ്, മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം, മെഡിക്കൽ കോളേജിലേക്ക് ആ രോഗം എന്ന് പറഞ്ഞ് കൊണ്ടുപോകണമെങ്കിൽ ഈ 5-6 ജില്ലക്കാർ ഒന്നിച്ചു പോകണം. എന്നാൽ മലപ്പുറത്ത് മാത്രം 3 മെഡിക്കൽ കോളേജ് തുടങ്ങാനുള്ള ജനമുണ്ട്. എന്തേ? ആരും കണ്ണുവെച്ചില്ല, ആരും മനസ്സ് വെച്ചില്ല. ഈ ഗവൺമെന്റ് വന്നപ്പോ പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പ എന്ന ഞങ്ങൾ അമരക്കാരൻ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു, സാധാരണ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ എഞ്ചിനീയറിംഗ് കോളേജ് കൊടുത്താലും മെഡിക്കൽ കോളേജ് കൊടുത്താലും BEd കോളേജ് കൊടുത്താലൊക്കെ അവിടുന്ന് ഇങ്ങനെ കൊടുത്തു തുടങ്ങാം. അവിടുന്ന് ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ വരുമ്പോ തൃശ്ശൂരിൽ നിന്ന് കണ്ടെത്തുമ്പോൾ പിന്നെ ഒന്നും ഉണ്ടാവില്ല. വിളമ്പൽ അവിടുന്നാണ്. വിളമ്പി വന്ന് തൃശ്ശൂരെത്തിയാൽ അച്ചാറ് മാത്രം, മലപ്പുറത്തേക്ക് കിടന്ന ഉള്ളി മാത്രം, കോഴിക്കോട്ടേക്ക് കിടന്ന ഇല മാത്രം. വയനാട്ടുകാരോടും കാസർകോട്ടുകാരോടും പറയും അടുത്ത ട്രിപ്പിന് ഇരിക്കാന്ന്. ഈ പരിപാടി ഒന്നും മാറ്റി കുഞ്ഞാപ്പ പറഞ്ഞു, നമുക്ക് ഈ തവണയെങ്കിലും ഒന്ന് ഇവിടുന്ന് അങ്ങോട്ട് വിളമ്പുക. വിളമ്പിയപ്പോ എന്തായിന്നറിയാ? കിട്ടി കാസർകോട് മെഡിക്കൽ കോളേജ്, വയനാട് മെഡിക്കൽ കോളേജ്, കണ്ണൂരിൽ മെഡിക്കൽ കോളേജ്. അൽഹംദുലില്ലാഹ് നമ്മുടെ മലപ്പുറത്ത് പോലും മെഡിക്കൽ കോളേജ് അനുവദിച്ച് ഉത്തരവായി എന്ന് മാത്രമല്ല തുടങ്ങി. അതാ രസം. മെഡിക്കൽ കോളേജ് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് 2 ടീം വന്നിട്ട് പോസ്റ്റർ എന്താണ്? ഇത് സ്വകാര്യ മേഖലയിലാണ്, തറക്കല്ലിട് തന്നെയാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേഗത്തിലാക്കുക. പിന്നെ അടുത്ത പരിപാടി അതാണ്. പിന്നെ വേഗത്തിലാക്കണം, അവനാർക്ക് വരാനുള്ളതല്ല. എന്നിട്ട് വേഗത്തിലാക്കുക. എന്നിട്ട് നമ്മൾ ആ മെഡിക്കൽ കോളേജിന്റെ സംവിധാനം തുടങ്ങി. അത് കൊണ്ടുവന്നാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ വളരെ ഹൈദരലി തങ്ങൾ പങ്കെടുത്ത ചടങ്ങ് പോലും ബഹിഷ്കരിച്ച വില്ലാളി വീരന്മാരെ ചിന്തിക്കണം. ആദ്യം അവിടെ ചേർന്ന പെൺകുട്ടിയുടെ പേര് അശ്വതി എന്നാണ്. അശ്വതി എന്നുള്ള പേരുള്ള കുട്ടിയാണ് ആദ്യം അവിടെ ചേർന്നത്.
ഒരു പിന്നെ ഹൈസ്കൂൾ ഈ വലിയാട് പ്രദേശത്ത് വന്നാൽ ലീഗേറിന്റെ മക്കൾ മാത്രം പഠിക്കുക, അങ്ങനെ ഒരു ഹൈസ്കൂൾ ഉണ്ടാവും. ഒരു പാലം വന്നാൽ ലീഗേർ മാത്രം അതിലൂടെ നടക്കുക. നാട്ടിലെ ജനങ്ങൾക്ക് പൊതുവായി ഉപകാരമുള്ളതാണ്. ആ മെഡിക്കൽ കോളേജ് വന്നപ്പോ ബഹളമുണ്ടാക്കി കുറെ ആളുകൾ. ഞങ്ങൾ നിങ്ങളെപ്പോലെ ബടായി പറയല്ല. ഇപ്പൊ ഈ ഗവൺമെന്റ് വന്നിട്ട് ഇപ്പൊ എത്ര കൊല്ലായി? ഈ സമയത്ത് ചിലരൊക്കെ കരുതിയെന്താ അറിയോ? ഈ 5 കൊല്ലം ഇങ്ങനെ പ്രഖ്യാപിക്കും, ഇറങ്ങാൻ നേരത്ത് ഫണ്ട് വെക്കും, എന്നിട്ട് അടുത്ത ഗവൺമെന്റ് ആരായാലും വേണ്ടില്ല ഓല് വരും, തറക്കല്ലിടും. എന്നിട്ട് അത് ആ തറക്കല്ലിൽ കുറെ ഇങ്ങനെ ആരെങ്കിലൊക്കെ കാട്ടിച്ച് മൂത്രിച്ച് അങ്ങനെ പോയി കുറെ കഴിഞ്ഞ് ഒരു 1.5 കൊല്ലമൊക്കെ കഴിയുമ്പോൾ അതിന്റെ ചുമരൊക്കെ പൊടുക്കും. നമുക്കൊക്കെ തന്താവുമ്പോഴത്തേനും മെഡിക്കൽ കോളേജ് കാണാനായിരുന്നു വിചാരിച്ചിരുന്നത്. പടച്ചോന്റെ തോഫിക്കൊണ്ടതാണ് തുടങ്ങി. ഇത് തോമസ് ഐസക്കിന്റെ ബജറ്റല്ല, മാണി സാറ ബജറ്റാ. കുഞ്ഞാപ്പിയും കുഞ്ഞുഞ്ഞും കുഞ്ഞുമാണിയും ചേർന്നുള്ള ഭരണ.